അപ്പം ഞാൻ ഉദ്ദേശിച്ചത് നല്ല പോലെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ ടൂർ കാണിക്കണം എന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ടും എന്നെ ഇങ്ങ് വഴുക്ക് പറയുക എല്ലാവരും, അതുകൊണ്ട് കരയുന്നതല്ല കേട്ടോ. എൻ്റെ കാത് നന്നായിട്ടൊന്ന് താങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന എടുത്തിട്ട് മറ്റേ ഈ സ്കൂളിൽ മിസ്സുമാരിങ്ങനെ ചെവി ഞെവടത്തില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. അത് ഉണങ്ങാൻ സമ്മതിക്കത്തില്ല. പോട്ടെ. അപ്പം അങ്ങനെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇനി നീട്ടുന്നില്ല. ഇനി നിങ്ങളെ കിച്ചൺ ടൂർ അങ്ങ് കാണിച്ചു കളയാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം നമുക്ക് ഇന്നൊരു ചെറിയ വ്ലോഗും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് അത് ചെയ്യാം കേട്ടോ. അപ്പം രാവിലത്തെ സാമ്പാറും ദോശയായിരുന്നു. അപ്പം അത് ചെയ്തേണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. മൊത്തം കഴുകി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറ് വെക്കാനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് ഉച്ചക്കത്തെ സാധനങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ അടുക്കള മൊത്തത്തിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യാം ഫുള്ള്. ഓക്കെ. അടുക്കള ഒതുക്കാന്നും പറഞ്ഞ് നിന്നപ്പോൾ അപ്പുക്കുട്ടൻ കഴിച്ചുകൊണ്ടിരുന്ന ദോശയും അതിൻ്റെ കുറച്ച് കറിയും ബാക്കി കൊണ്ടുവച്ചു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ദോശയും സാമ്പാറും ആയിരുന്നെങ്കിൽ അവന് ദോശയും ബീഫും ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരുന്നത് അവന് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ബീഫ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അരപ്പ് കൂട്ടി അവൻ കൊണ്ടുവച്ച ബാക്കി ദോശ ഞാനങ്ങ് കഴിച്ചു. എന്നിട്ട് വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഒരുമിച്ചാണ് കളയാറുള്ളത്. അപ്പോൾ ആ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ വലിയൊരു പാത്രത്തിൽ, അതായത് ഇന്ന് കുക്കറാണ് കിട്ടിയത്, ആ കുക്കറിൻ്റെ അകത്തോട്ടെല്ലാം എടുത്ത് തട്ടി അങ്ങ് ഇട്ട് വയ്ക്കും. എന്നിട്ട് ഒരുമിച്ച് കൊണ്ട് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് കഴുകി, അതായത് വെള്ളത്തിൽ ചുമ്മാ ഒന്നിങ്ങനെ കഴുകിയാൽ മതി. എന്നിട്ട് അത് പ്ലാസ്റ്റിക് വേസ്റ്റിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. ചേച്ചിമാർ വന്ന് എടുത്തോണ്ട് പോയിക്കോളും. രാവിലെ ദോശ ചുട്ട ആ ഒരു ചട്ടിയില്ലേ, നമ്മുടെ ദോശക്കല്ല്, അതിൻ്റെ അകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അത് കയ്യോടെടുത്തങ്ങ് അകത്ത് വെക്കും കേട്ടോ. അത് ഞാൻ വെള്ളത്തിൽ സോപ്പിട്ട് കഴുകത്തില്ല. എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം എടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ്. ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അടുക്കള ഒന്ന് ഫ്രണ്ടിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഒതുക്കുന്ന ധൃതിയിലാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഇതുപോലെ വേസ്റ്റ് കളഞ്ഞിട്ട് സിങ്കിനകത്തോട്ട് നിറച്ചങ്ങിടും. എന്നിട്ട് ഒരുമിച്ച് എല്ലാം കൂടി എടുത്ത് വെച്ചിരുന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനല്ല കഴുകുന്നത്, അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ അലർജി വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഫുള്ള് കുരുകുരാന്നും പറഞ്ഞ് കൈയുടെ വെള്ളം മൊത്തവും സോപ്പിൻ്റെ അലർജി വരികയാണ്. അതുകൊണ്ട് ഒരുപാട് നേരം എനിക്ക് സോപ്പിൽ നിന്ന് ഇപ്പോൾ പണിയാൻ പറ്റൂല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റൗ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എന്നോട് പഴയ സ്റ്റൗ ആണോ ചേച്ചി നല്ലത്, ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും വർഷങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ആ സ്റ്റൗ ആട്ടോ ഒന്നും കൂടി ഇഷ്ടം. പക്ഷേ ഈ സ്റ്റൗവിൽ പെട്ടെന്ന് തിളയ്ക്കും, പെട്ടെന്ന് ചൂട്, വലിയ സ്റ്റൗ ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ചൂട് റെഡിയാവും കേട്ടോ. ഇത് സീച്ചേട്ടൻ എൻ്റെ ചെരുപ്പ്, അതായത് ഞാനിങ്ങനെ ചെടിയിലൊക്കെ പോയി ഇറങ്ങിയിട്ട് ഷൂ ഒക്കെ കുളമാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഷൂ വൃത്തിയാക്കിയിട്ട് ആ ഷൂവിൻ്റെ കളർ കണ്ടോടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ്. എന്തോ ഒരു ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ അപ്പു ആണെങ്കിലും അപ്പുവിൻ്റെ ഷൂവിനാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ അഴുക്കൊക്കെ പോയി ക്ലിയർ ആകും കേട്ടോ. പിന്നെ ഞാനൊരു കുഞ്ഞ് ബ്രഷ് ഉപയോഗിച്ച് സ്റ്റൗവിൻ്റെ സൈഡിലും അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലാട്ടോ ഞാൻ ഈ എണ്ണപാത്രങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും. ഇതെന്നും ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിച്ച് കുളമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നും ഇത്രയും കാര്യങ്ങൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് ക്ലീൻ ചെയ്തിടണം. ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചേക്കുന്ന ഈ സാധനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങണം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ഇങ്ങനെ വലിച്ചു കീറുമൊന്നും വേണ്ട, ഇതിൽ നിന്ന് ഇങ്ങനെ പറക്കി എടുത്താൽ മതി കേട്ടോ. പല കളേഴ്സിൽ അവൈലബിൾ ആണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് തുടച്ചിട്ടിട്ട് ഇനി ഗ്യാസ് സ്റ്റവിൻ്റെ ആ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഭയങ്കര ക്ലിയർ ആവും. അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്ന് ഷൂ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കാരണം ഈ വൈറ്റ് ഷൂവിലൊക്കെ അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിലൊരു ലിക്വിഡ് ഉപയോഗിച്ച് ചുമ്മാ ഇങ്ങനെ തേച്ചാൽ മതി, അത് നല്ലപോലെ ക്ലിയർ ആയി വൃത്തിയാവും കേട്ടോ. അപ്പുക്കുട്ടനും ഏട്ടൻ്റെ പുറയിൽ അതിനുവേണ്ടി നടക്കുകയാണ്. അങ്ങനെ ഞാൻ ആ വേസ്റ്റ് കൊണ്ട് കളയണേന്ന് പറഞ്ഞ് സീച്ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. സീച്ചേട്ടൻ അത് കളയാൻ വേണ്ടി പോയി. അപ്പോഴത്തേനും ഞാൻ ഈ സിങ്കിൽ ഇട്ടിരിക്കുന്ന പാത്രം എല്ലാം കൂടെ നമ്മുടെ ഡിഷ് വാഷറിൽ അടുക്കി വെക്കുകയാണ് കേട്ടോ, കഴുകാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇത് വാങ്ങിയ പിന്നെ എന്തൊരു ഉപകാരമാണെന്നറിയാമോ. എനിക്കതല്ലെങ്കിൽ കയ്യിൽ കുരുക്കൾ വരും. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ നിന്ന് പാത്രം കഴുകുമ്പോൾ നമുക്ക് നടുവൊക്കെ ഇങ്ങനെ കഴിക്കത്തില്ലേ. ഇത് ഒന്നും അറിയണ്ട, എല്ലാം വാരിപ്പറക്കി അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് കഴുകാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കി സൂപ്പറാക്കി വരും കേട്ടോ. മസ്റ്റായിട്ട് വാങ്ങണം, നല്ലപോലെ വൃത്തിയാവും. നിങ്ങൾക്ക് ഈ റൂബിക്സ് ക്യൂബ് ചെയ്യാൻ അറിയുമോ? ഒന്ന് ചെയ്ത് തരൂ. റുബിക്സ് ക്യൂബ് വേണമെന്നും പറഞ്ഞിട്ട് ഇതെങ്ങനെ ശരിയാക്കുന്നതെന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അങ്ങ് ഓടിപ്പോയി. ഇനി അത് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ ഡിഷ് വാഷറിലെല്ലാം എടുത്ത് വെച്ചിട്ട് അത് കഴുകാൻ വേണ്ടി അങ്ങ് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു കട്ടയാണ് സോപ്പ് കട്ടയാണ് കേട്ടോ ഇടുന്നത്. അത് താണ്ട് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് കഴിഞ്ഞ് ഇനി അടച്ച് ടൈം അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് വൃത്തിയായിട്ട് അങ്ങ് കഴുകി സെറ്റായിക്കോളും.
അമ്മ ഞാൻ ഈ വാങ്ങിച്ച ഡിഷ് വാഷറിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ക്ലിക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അത് സ്റ്റാർട്ടായോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കണം. അതായത് ഞെക്കി കഴിഞ്ഞിട്ട് അങ്ങ് അടച്ചു കൊടുത്തോണം, അത് അവിടെ ഇരുന്ന് വർക്കാവും. എന്തെങ്കിലും ഒരു കീ സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഈ എണ്ണപ്പാത്രം ഉണ്ടല്ലോ, അതിന് കട്ടി കുറഞ്ഞ മെറ്റീരിയൽ, അപ്പോൾ അത് ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പെട്ടത് ക്ലീനായി റെഡിയായി വന്നോളും. ഇനി പാത്രം കഴുകി വെക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണം. കാരണം അത്രയും വെള്ളം അബ്സോർബ് ചെയ്തോളും. നമുക്ക് വലിയ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ തുടച്ചിടാത്തതുകൊണ്ട് അതുകൂടെ തുടച്ചിട്ട് ഞാൻ ആ പാത്രം കഴുകുന്ന ഷീറ്റ് അവിടെ വിരിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കഴുകി വെക്കുന്നതിൻ്റെ വെള്ളം എല്ലാം അത് അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ നമ്മളത് വെയിലത്തിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ പിഴിഞ്ഞ് കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ദാണ്ട ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ആ സാധനം ഒന്ന് കുലുക്കി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എണ്ണമയോ എല്ലാം പെട്ടെന്ന് പോവും. അല്ലാതെ നമ്മൾ കൈയിട്ട് കഴുകാൻ നിന്നാൽ അതൊക്കെ വലിയ പാടാണ്. എന്നിട്ട് കഴുകി ഞാനതങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ കഴുകി വെച്ച ഈ എണ്ണക്കൊപ്പി കൈയോടെ തുടച്ചങ്ങ് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇത് കയ്യിൽ ഞാൻ തട്ടി എവിടെയെങ്കിലും ഇട്ട് പൊട്ടിക്കും. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തുടച്ചെടുത്ത് ഞാനങ്ങ് ഇരിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവച്ചു. എൻ്റെ കയ്യിൽ 2 ഇതുപോലത്തെ എണ്ണക്കൊപ്പി ഉണ്ട്. അതായത് ഒരെണ്ണം ഒഴിച്ചിട്ട് അത് തീർന്ന് കഴിയുമ്പോൾ അത് കഴുകാനിട്ടിട്ട് മറ്റേതിൽ ഒഴിച്ച് വെക്കാമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് അതെല്ലാം കൂടെ തുടച്ചൊക്കെ ഇടാൻ പാടായതുകൊണ്ട് ഇത് 2 എണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാവേ. പിന്നെ നമ്മുടെ റൈസ് കുക്കർ നന്നായിട്ട് തുടച്ചിട്ട് അതും കൊണ്ടുവന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അടുക്കി അങ്ങ് എടുത്ത് വെച്ചു. അടുത്ത് ഇനി നമ്മൾ രാവിലെ തൊട്ട് യൂസ് ചെയ്ത നമ്മുടെ 2 ടവലുണ്ടല്ലോ, ആ 2 ടവലും ഞാൻ എൻ്റെ നെല്ലിമരത്തിൽ ഉണക്കാൻ വേണ്ടി ഇട്ട് കേട്ടോ, കഴുകിയിട്ട്. ഇനി അത് വൈകുന്നേരം ഉണങ്ങി കഴിയുമ്പോഴത്തെ അകത്ത് കൊണ്ട് വെച്ചാൽ മതി. അങ്ങനെ ആ പരിപാടിയും എൻ്റെ ഏകദേശം ഒഴുക്കി വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് പെരക്കകം ഒന്ന് തൂത്താൽ മതി. പെരക്കകമല്ല, അടുക്കള ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ അടുക്കള എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി. അങ്ങനെ ഈ സൈഡിൽ നിന്ന് എന്താ തൂത്തെല്ലാം വൃത്തിയാക്കി കോരിക്കളഞ്ഞിട്ട് ഇനി ഞാൻ ഫുള്ളായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്ന എൻ്റെ അടുക്കള എങ്ങനെയാണെന്ന് നിങ്ങളെ ഓരോന്നും പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ വായു. അങ്ങനെ ഫൈനലി ഞാൻ അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഹോം ടൂർ കിച്ചൺ ടൂർ കാണിക്കാം ഫുള്ളായിട്ട്. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കിച്ചൺ. സ്ക്വയറിൻ്റെ സിങ്ക് വയ്ക്കരുതെന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചാൽ എന്താ വൃത്തിയാക്കിയ പാടെന്താ, അതിൻ്റെ ഗുഡ്നെസ് എനിക്ക് മനസ്സിലായി. ഈ സിങ്ക് വെക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ ഒരു ചരിവില്ല. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ പറ്റിയിരിക്കുന്ന പോവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എക്സ്ട്രാ ഇല്ല പൈപ്പിൻ്റെ തുമ്പത്ത് വെക്കുന്ന ആ സാധനം വാങ്ങണം. അത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അല്ല ഇതുപോലെ ഗ്ലാസ് ആയതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വൃത്തിയായിട്ട് കാണാനൊക്കെ പറ്റും. അടിപൊളി. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ജനലിലെല്ലാം ഞാൻ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇതാ വെട്ടം ഇങ്ങനെ വരും. അല്ലാത്തപ്പോൾ ഇതുപോലെ അടച്ചിട്ട് കഴിഞ്ഞാൽ വെട്ടം വരില്ല. നമുക്കൊരു പ്രൈവസിയും കിട്ടും കേട്ടോ. പ്രൈവസി കിട്ടാനൊന്നുമില്ല, അപ്പുറത്തൊന്നും വീടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ തുറന്ന് ഇങ്ങനെ ഇട്ടേക്കാം. പിന്നെ രാത്രി സമയത്തുമൊക്കെ ഞാനിങ്ങനെ അടച്ചിടാറുണ്ട്. എനിക്ക് ഈ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ലക്കിയെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ ഞാൻ ജനൽ വെച്ചത്. എനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ ചക്കയൊക്കെ പഴുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് നിറയെ കണ്ണീച്ച കയറിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ പുകച്ച് പുറത്ത് ചാടിക്കണം. അപ്പം ഞാൻ എൻ്റെ അടുക്കള ചെയ്തത് ലിനു എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ. എങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പുമുളകും ഫാമിലിയുടെ അടുക്കള ചെയ്തേക്കുന്നത് കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് വരുന്നത്. ഉള്ളതിൽ മാക്സിമം ഭംഗിയാക്കി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അബദ്ധം പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും അതുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കൗണ്ടർ ഇങ്ങനെ അടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് കുറച്ച് വലുത് വേണം എന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ നമുക്കിടാം. കാരണം നമ്മുടെ 6-7 ദിവസത്തെ ദോശമാവ് അവിടെ ഇരിക്കുന്നത്. അതായത് ദോശമാവ് അരച്ചിട്ട് ഉടനെ തന്നെ ബോക്സിലാക്കി ഇതുപോലെ അങ്ങ് എടുത്ത് വെക്കണം. എന്നിട്ട് വൈകുന്നേരം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം പുളിച്ചിരിക്കും, നല്ല പോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ കുറേ ബോക്സസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഈ സൈഡ് ഫുള്ള് ഫ്രീസറാണ് വരുന്നത്. പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ടില്ല, ഫാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അത് ഫാനും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള മൊത്തത്തിൽ കിട്ടും. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. അയ്യോ, അങ്ങനെ നമ്മുടെ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഫുള്ളായിട്ട് കണ്ടല്ലോ.
അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു കിച്ചൺ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വലിപ്പമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു മുറിക്കകത്ത് തന്നെയാണ് ഈ ഫുള്ള് കാര്യങ്ങളും ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ അബദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ കിച്ചൺ ടൂർ. എല്ലാവരും കാത്തിരുന്ന് ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ആവശ്യമുള്ളത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കണ്ട എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. കടല ഇട്ട് വെക്കണ്ട കേട്ടോ. കടല ഇട്ട് വെച്ചാൽ എടുക്കാൻ കുറച്ച് പാടാണ്. ബാക്കി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എല്ലാം ഇട്ട് വെക്കാം. അടിപൊളിയാണ്. ഇതാവുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, മറ്റേ ഞാൻ അടിയിലിരിക്കുമ്പം ഇതൊന്നും കാണത്തില്ല. അപ്പം തീർന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇതാവുമ്പോൾ എനിക്കിപ്പോൾ സാമ്പാർ ഒരു തീരാറായിട്ടുള്ള, അപ്പോൾ തീർന്നു കഴിയുമ്പം എനിക്ക് പോയി വാങ്ങിച്ച് ഫില്ല് ചെയ്യാം. അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ കറുകപ്പട്ടയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഈച്ചയും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കിച്ചൻ്റെ രൂപമാറ്റമൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ കുറച്ച് തെറ്റുപറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.